വടകരയിൽ ബസ്സിനടിയിൽ വീണ സ്കൂട്ടർ യാത്രികരായ 2 പെൺകുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബസ് ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ടാണ് ഈ പെൺകുട്ടികളുടെ ജീവൻ രക്ഷപ്പെട്ടത്. പെൺകുട്ടികൾ തെറിച്ചു വീഴുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉച്ചക്ക് അങ്ങോട്ട് വളയത്തേക്ക് പോകുന്ന ട്രിപ്പേനു. അപ്പോൾ ബ്ലോക്കെല്ലാം കുറവായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട്. പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു സ്കൂട്ടി 2 പെൺകുട്ടികളാണ് അപ്പാട് വന്ന് വീണ് വണ്ടീൻ്റെ മുമ്പിൽ. അപ്പാട് സഡൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ട്. എൻ്റെ ക്ലീനറാണ് നെഞ്ഞെല്ലാം അടിച്ചു കഴിഞ്ഞു. അമ്മാതിരി എന്താ ചവിട്ടി അതുകൊണ്ട് വണ്ടീൻ്റെ ഉള്ളിലായിക്കില്ല. 2 ആൾ പേടിച്ചു കഴിഞ്ഞു വല്ലാണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെന്നെല്ലാം ചോദിച്ചു അന്നേരം. ഓരോ പറഞ്ഞ് കാര്യമായിട്ട് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, ചെറിയ മുറിവുണ്ട് അവിടെയൊക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്ത് നമ്മൾ ബസ് എടുത്തേക്ക് പോകുന്നു. സമീർ സൈൻ മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, വിവരങ്ങൾ. SKN ഇന്നലെ ഉച്ചയ്ക്ക് 12:30 വടകര പുതിയ സ്റ്റാൻഡിൽ നിന്ന് വളയത്തേക്ക് പോവുകയായിരുന്നു ഈ സ്വകാര്യ ബസ്. ഗുഡ്വേ എന്നുള്ള സ്വകാര്യ ബസ്സാണ്. അതിലെ ഡ്രൈവർ അശ്വിൻ ലാലിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇതേ ദിശയിൽ തന്നെയാണ് ഒരു സ്കൂട്ടറും അവരുടെ മുന്നിൽ പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ സ്കൂട്ടറിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും അങ്ങനെ ഈ ബസ്സിൻ്റെ താഴേക്ക് ഈ 2 കുട്ടികൾ തെറിച്ചു വീഴുകയും ചെയ്തു. അതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വളരെ വേഗത്തിൽ ആ വാഹനം ബ്രേക്ക് ഇട്ട് നിർത്താനും അത് നിയന്ത്രിക്കാനും അശ്വിൻ ലാലിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ 2 കുട്ടികൾ രക്ഷപ്പെട്ടത്. ഈ ബസ്സിൻ്റെ മുൻ ചക്രങ്ങളുടെ ഭാഗത്തേക്കാണ് ഈ പെൺകുട്ടികൾ തെറിച്ചു വീണത്. അതുൾപ്പെടെ ആ ദൃശ്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യുന്നു. എന്തായാലും ആ അവസരോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ, അശ്വിൻ ലാലിൻ്റെ ആ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഈ 2 കുട്ടികൾക്ക് പുതുജീവൻ ലഭിക്കാൻ കാരണമായിരിക്കുന്നത്. അശ്വിൻ ലാലിന് നിറഞ്ഞ കയ്യടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ അശ്വിൻ ലാലിനെ അവർ ആദരിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് വടകരയിലാണ് ഈ ആദരം ഉള്ളത്. എന്തായാലും അശ്വിൻ ലാലിൻ്റെ ആ ഒരു ഇടപെടലാണ് ഈ 2 കുട്ടികൾക്ക് ജീവൻ ലഭിച്ചിരിക്കുന്നത്. വലിയ അപകടം ഒഴിവായത് SKN.